അച്ചാംതുരുത്തിക്കാർ കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. കിണറുകളും കുളങ്ങളും പാടങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കുടിക്കാനുള്ള വെള്ളത്തിനായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ദ്വീപ് നിവാസികൾ. കുടിവെള്ളത്തിനായി സ്ഥാപിച്ച പൊതു ടാപ്പുകൾ ഇവിടെ നോക്കുകുത്തികളാണ്. കിണർ കുഴിച്ചാൽ കിട്ടുന്നതാകട്ടെ ഉപ്പുവെള്ളവും. ആകെയുള്ള ആശ്രയം രാജീവ് ഗാന്ധി ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി ആഴ്ചയിലൊരിക്കൽ വിതരണം ചെയ്യുന്ന വെള്ളമാണ്. ഇതാകട്ടെ കുടിക്കാൻ പോലും തികയുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ആ വെള്ളം കിട്ടിയിരിപ്പോൾ വന്നാൽ 2 ബക്കറ്റെല്ലാം കിട്ടും. അത് 10 ദിവസത്തേക്കൊന്നും നമുക്ക് ഒന്നും തേയുന്നില്ല. വെള്ളമില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമമാണ്. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാനും വെള്ളമില്ല. കിണറിലാണെങ്കിൽ ഉപ്പുവെള്ളം. ചെറിയ കുഞ്ഞുങ്ങളെ പോലും കുളിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മളെ വെള്ളത്തിന്. വേനൽ കടുത്തതോടെ കിലോമീറ്ററുകൾ അകലെയുള്ള നീലേശ്വരം നഗരസഭയിലെ തൈക്കടപ്പുറത്ത് നിന്ന് തോണിമാർഗം കുടിവെള്ളം എത്തിക്കുകയാണ് ദ്വീപ് നിവാസികൾ. 400ഓളം കുടുംബങ്ങളാണ് അച്ചാംതുരുത്തി ദ്വീപിൽ താമസിക്കുന്നത്. ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കണമെന്ന ദ്വീപ് നിവാസികളുടെ ആവശ്യം അവഗണിക്കപ്പെടുകയാണ്. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രജിൽ രാജ്, റിപ്പോർട്ടർ, കാസർഗോഡ്.